മണിക്കൂർ കൂടുതലല്ലേ? അച്ചോ അച്ചോ അച്ഛ ഇറങ്ങച്ചാ, സമയം കുറെ അച്ചോ. അച്ചോ ഇത്ര നേരത്തെ ഇറങ്ങിയില്ലേ? ഇത്ര നേരം വെച്ചാ ആന്ന് അമ്മ അച്ചോ അച്ചോ. ഈ അച്ഛ ഇത്ര നേരമായിട്ട് കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടാ. കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല ഇത്ര നേരം. അമ്മ ഞാൻ ഇത്ര നേരം വിളിച്ചോണ്ടിരിപ്പുണ്ട്, ഇടയ്ക്ക് വെച്ച് അച്ഛൻ. അമ്മ ഇത് മണിപ്പൂർ വച്ച ബാത്റൂമിൽ കയറി ഇരിക്കണതാ. ഇതിപ്പോ കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടമല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാതിലടിച്ച് കൂട്ടുകാട്ടം നിലവിളിക്കാം. അപ്പൊ വാലുറക്കും. എന്തോന്നത്? എന്തിനാണ് നിലവിളിക്കുന്നത്? എത്ര നേരം ഈ ബാത്റൂമിൽ കയറി ഇരിക്കണം? മനുഷ്യൻ പേടിച്ചോയല്ലോ. ഞങ്ങൾ വിചാരിച്ച അതിനകത്ത് ബോധം കിട്ടി വീണെന്ന്. ഈ പിള്ളേർ ഇത്രയും വിളിച്ചിട്ട് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ക്ഷീണം കൊണ്ട് അറിഞ്ഞില്ല. മണി 10 ആയില്ലേ? ഇല്ല, 9:45 ആയുള്ളൂ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഓഫീസിൽ ചെയ്ത് കയറും? ഞാൻ എഞ്ചിനീയർ വിളിക്കണോ? വേണ്ട വേണ്ട വേണ്ട. അച്ഛാ ചുമ്മാ സമയം കളയാൻ ഇറങ്ങാൻ നോക്ക്. കഴിയ തുണിയൊന്നും എടുത്തോണ്ട് പോയി. ഉണ്ട്, ഡ്രസ് ഉണ്ട്, ഒരു ഷർട്ട് ഇരിപ്പുണ്ട്. ഷർട്ട് ഇരിപ്പുണ്ടോ? ആ മുണ്ടില്ലല്ലേ? മുണ്ടുണ്ട്, ഒരു മുണ്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഏത് മുണ്ടാണെന്ന് അറിയില്ല, പേരൊന്നും നോക്കിയിട്ടില്ല. മുണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. അച്ഛനുള്ള ഡ്രസ് റെഡി. അച്ഛൻ കുളിക്കാൻ കയറിയപ്പോഴേ ഞാൻ തേച്ച് വെച്ചതാണ്. എനിക്കറിയാം ഈ പേരും പറയാത്ത സമയം കളയൂന്ന്. സാധാരണ ഞാൻ തേക്കാറില്ലല്ലോ. പക്ഷെ ഇന്ന് ഞാൻ തേച്ചു. ഈ മുണ്ട് ഞാൻ സാറിന് കൊടുക്കാറില്ല. ഇത് കൊടുക്കാറില്ല. ഇതല്ല ഞാൻ സാറിന് കൊടുക്കാറുണ്ട്. അച്ഛൻ മുണ്ട് സ്ഥിരം കൊടുക്കാറുണ്ടല്ലോ, നല്ല മുണ്ടാ. ഈ ഷർട്ടിന് മേച്ചാണ്, നോക്ക്. അച്ഛനും ചേരും, സൂപ്പർ കാര്യമുള്ളൂ. പിടിക്ക്. ഞാനേ ചോറ് എടുത്തിട്ട് വരാം. അല്ല ഇനിയിപ്പോ വെയിലായില്ലേ, ജംഗ്ഷൻ നടക്കാൻ പറ്റില്ല, വേർക്കാൻ പാടില്ല. അത് കുഴപ്പമില്ല. ആ വലിയ ഗേറ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോ കിട്ടും. ആ ഓട്ടോ കയറി അങ്ങ് പോയാൽ മതി. എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് വൈകി പോണത്? നാളെ പോയാ പോരെ? പറ്റൂല. എന്തായാലും രാവിലെ ഇത്ര റിസ്ക് എടുത്തില്ല അച്ഛാ. ഇനിയിപ്പോ റെഡി ആയിട്ട് പോയിട്ട് വാ. എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് നിർബന്ധമുണ്ട്. എന്നാ അച്ഛൻ മുണ്ട് ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്യും. ഇറങ്ങാനാണ്? ഇറങ്ങാൻ ഞാനേ ചോറ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാം. അല്ല ഞാനിപ്പോ സൈറ്റിൽ പോണോ? അതൊന്നുമില്ല അച്ഛാ, അത് റെഡി ആയിട്ട് നേരെ ഓഫീസിലോട്ട് വിട്ടോ. വാടാ. അല്ല എഞ്ചിനീയർ അടുത്ത് പോണോ? അതാ പറഞ്ഞേ. അല്ല ഓഫീസിൽ പോണോ? ഇന്ന് കൺഫ്യൂഷൻ ആണ്. നാളെ കൺഫ്യൂഷൻ മാറ്റിട്ട് പോയിരുന്നു. അല്ല കുഴപ്പമില്ല, ഇന്ന് ഓഫീസിൽ പോയിട്ട് അവിടെ എഞ്ചിനീയർ സാർ ഇല്ലെങ്കിൽ എഞ്ചിനീയർ സാറിന് അവിടെ നിന്ന് വിളിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഒരേ പ്രശ്നം തരുന്നില്ല. കമോൺ, ഇടന്ന് ഉറങ്ങരുത് കേട്ടോ പ്ലീസ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തീർത്ത് പറയാൻ പറ്റൂല, അവസാനം വരെ പൊരുതും. അത് നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂല. അയ്യോ വാലു, ചോറ് പാക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആക്കിയാ? അതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആടാ, ചൂടുവെള്ളം ചൂടുവെള്ളം. അത് ജീരകവെള്ളം തന്നെ വേണം. അച്ഛാ അച്ഛന്റെ ചൂടുള്ള ജീരക വെള്ളം റെഡി. അമ്മ പറഞ്ഞായിരുന്നു അച്ഛൻ തെറ്റി നിൽക്കുന്ന സമയത്തേ ഇതേപോലെ ചൂടുള്ള ജീരകവെള്ളം ഒക്കെ ചോദിക്കുമെന്ന്. തെറ്റിയിരിക്കണ സമയത്താ? അല്ല, വയ്യാണ്ടിരിക്കണ സമയത്ത്. അത് മുമ്പൊന്നുമില്ല, ഇപ്പൊ എല്ലാം അറിഞ്ഞ് പെരുമാറുന്നു. പിന്നെ അങ്ങനെയാണല്ലോ. ബാലു തന്ന പൈസ കളയല്ലേ, സൂക്ഷിച്ചോണ്ടോണം. ഓ, കെട്ടുകണക്കിന് നന്നായില്ലേ? അല്ല ഇന്നിവിടെ ഓട്ടോ സമരോ ഓട്ടോ ആരെ ഓട്ടോക്കാരനെ അടിച്ചെന്നോ ഇതൊക്കെ പറഞ്ഞായിട്ട് ആര് പറഞ്ഞു? വാസി പറഞ്ഞതുപോലെ തോന്നി. അത് ഇവിടെ ആയിരിക്കില്ല, വേറെ വല്ല സ്ഥലം. ഇവിടെ ആണെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ ആയിരിക്കും. ഇല്ല വേറെ അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞേനെ. ഞാൻ നോക്കിയില്ല, അങ്ങനൊന്നും ഇല്ല. പണി ഓട്ടോ സാർ നോക്കണ പണി. ഓട്ടോ അല്ല, പല ന്യൂസും കാര്യങ്ങളും അറിയുമല്ലോ. അതല്ല അമ്മ കേട്ടിട്ടുണ്ട്? അമ്മ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല എടി, നീ കേട്ടാടി? ഇല്ല ഞാൻ കേട്ടിട്ടില്ല. ഹർത്താലെന്നാണ് അറിഞ്ഞത്. അച്ഛാ സമയം കളയാതെ പോവാൻ നോക്കച്ചാ. ഇത്രയും സമയോ? കൊച്ചെ ബോഡി ശരിയായില്ല കൊച്ചെ, ക്ഷീണം കൊച്ചെ. അച്ഛാ ഇനി ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോ ബോഡി ശരിയായിക്കോളൂ. ഇതാ ശരി, പോയിട്ട് വരാം. അച്ഛൻ ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരരുത്. അതൊന്നും കുഴപ്പമില്ലടാ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോ ഞാൻ എഞ്ചിനീയറെ വിളിച്ച് ചോദിച്ചോളാം അവിടെ എത്തിയോന്ന്. ഇവിടെ ഞാൻ പോട്ടാ? പോട്. അയ്യോ അയ്യോ, എന്ത് വയറുവേദന. അയ്യോ
രാവിലെ കഴിച്ചെന്താ പിടിച്ചില്ല. അത് ബാത്റൂമിൽ പോട്ട് 1/2 മണിക്കൂർ പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. അയ്യോ അവിടെ നിക്ക്. എവിടെ പോണ്? എടി ബാത്റൂമിൽ പോണോടി. ബാത്റൂമിൽ പോണ്ട, ബാത്റൂമിൽ പോണ്ടെന്നേ. അയ്യോ ഉരുട്ട് കയറുന്നത്. ആ ഉരുണ്ട് കയറിക്കോട്ടെ, പുറത്തോട്ട് വന്നോളൂ. ഉരുണ്ട് വരും. അച്ഛൻ ആദ്യം പുറത്ത് ജോലിക്ക് വന്നോ? ബാത്റൂം അല്ലേ അത് ചെറിയ ഗ്യാസിന്റെ പോണല്ലേ ഗ്യാസിനുള്ളിൽ 10 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് ഓട്ടോ വിളിച്ചാ? അതൊക്കെ എപ്പോഴേ വന്ന് താണ്ട കിടക്കണ്. വേറെ പണിയില്ല, വേറെ ഒരു ഓട്ടോ ഇല്ല നിനക്ക്. സ്നേഹത്തോടെ കിടന്ന് വയറ് പോണ വഴിക്ക് എവിടെങ്കിലും സാധിക്കാം. സ്നേഹത്തോടെ പറഞ്ഞു വിടാന്ന് വെച്ചപ്പോഴോ നിങ്ങൾ അത് പഠിക്കൊണ്ട് പോണേ. നടക്കാൻ കൊണ്ട് കഷ്ടം ഇത്. അച്ഛന് ഒരു അടവ് നടക്കില്ല. വന്നു വാ. പിടിക്കല് അറിയാലോ, അധികം പിടിക്കാൻ പാടില്ല. എങ്ങോട്ടാ ചെന്ന് പോയിട്ട് പോരാ. ഒരു പോലും ഇല്ല അച്ഛൻ. കിട്ടിയോ? പറ്റില്ല. ഇല്ല വാ. തള്ളിക്കാറ്റ് ആൾക്കാർ നാണക്കാണ്. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലടാ. ഒരു കാര്യമില്ലേ, ആ നമ്പർ ഈ നടക്കില്ല. അയ്യ നാണക്കാരാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. നീലേ എല്ലാരും ഉണ്ടല്ലോ, നമുക്ക് സിനിമയ്ക്കായത്. ജോലിക്ക് ഒരിടം നോക്കുമ്പോ അപ്പൊ സിനിമയ്ക്ക് തൊടാൻ പോണ പൊട്ടി പിള്ളേരെ മനസ്സുകൊണ്ടാണ് സമ്മതിക്കലോടി. ഞാൻ അപ്പുറത്തെ സൈഡ് ഇരിക്കാം, അല്ലെങ്കിൽ ജംഗ്ഷനിൽ കൊച്ചിന് കേസ് നോക്കിക്കോളൂ. ആൾക്കാരെ കണ്ടെന്ന് പറയണ ഒരു കുഴപ്പമില്ല. അയ്യോ ഞാനും വരുന്നുണ്ട്, അത് നടക്കൂല. വണ്ടിയിൽ സ്ഥലമില്ലടാ. അത് കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ടിൽ കയറിക്കോളാം. പറഞ്ഞു നീ വരുന്നില്ലേ? അന്നാ എല്ലാരും കൂടി വാ. അയ്യോ ഇതായിപ്പോ കാണിക്കല്ലേ. അയ്യോ എന്നെ കൊല്ലാൻ വന്നോടെ. അയ്യോ